ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ബച്ചല മല്ലി എന്ന് പറഞ്ഞ പടത്തിലത്തെ മനി എന്തോ കോപ്പം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പടം ഡിസംബർ 20 റിലീസാകാൻ പോകുന്നത്. പിന്നെ ശാന്തി ടോക്കീസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 3 അനൗൺസ്മെന്റ് നാളെ രാവിലെ 11 മണിക്ക് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇവർ രണ്ടാമത്തെ പ്രൊഡക്ഷൻ സിദ്ധാർത്ഥിന്റെ 40ാമത്തെ പടമാണ്. അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ഫസ്റ്റത്തെ പ്രൊഡക്ഷൻ മാവീരനായിരുന്നു. അതൊരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും മൂന്നാമത്തിൻ്റെയാണ് ഇപ്പോൾ നാളെ വരാൻ പോകുന്നത്. പിന്നെ പരാക്രമം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ OST എന്ന് വെച്ചാൽ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്, BGMs ഒക്കെ. പിന്നെ ബറോസ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ഇസബെല്ല എന്ന് പറഞ്ഞ പാട്ടിന്റെ പ്രൊഡക്ഷൻ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ. പിന്നെ രുദ്രൻ എന്ന് പറഞ്ഞ അവിടെ നാളെ റിലീസിനെത്താൻ പോകുന്നത്. രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി മെയിൻ കഥാപാത്രമായിരുന്ന പടമാണ്. അവിടത്തിന്റെ കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റ് പുറത്തിറങ്ങി. ലിസ്റ്റ് എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ അവിടത്തിന്റെ USA പ്രീ റിലീസ് ഇവന്റിന് ചീഫ് ഗസ്റ്റായി വരുന്ന സുകുമാർ എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുഴന്തൈക്കൽ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ നാളെ വരുന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രദീപ് രംഗനാഥന്റെ അടുത്ത പടത്തിൽ മമിത വൈജ ആയിരിക്കും നായിക എന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി പടത്തിൽ മ്യൂസിക് സായ് അഭ്യൻകർ ആയിരിക്കും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സായ് അഭ്യൻകർ ഇപ്പോൾ ബെൻസ് എന്ന് പറഞ്ഞ പടത്തിൽ രാഘവ് ലോറൻസ് അഭിനയിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് സൂര്യ 45 RJ ബാലാജി എടുക്കുന്ന പടത്തിൽ, പിന്നെ ഇപ്പോൾ ഇതിലും ഇങ്ങനെ 3 പിന്നെ കീർത്തീശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. സുധാകുങ്കാരുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. എന്തായാലും പടം നല്ല പടം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സൂര്യടഞ്ഞ് വരാൻ പോണ പടത്തിൽ അമൽ നീരദിന്റെ ഒരു പടം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ചെറിയൊരു പടമായിരിക്കും എന്ന് വെച്ചാൽ 40 ദിവസം കൊണ്ട് ഷൂട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും അത് സൂര്യ 46 ആണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ RJ ബാലാജി എടുക്കുന്ന പടം കഴിഞ്ഞിട്ടുള്ള പടം അതായിരിക്കും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. വാടിവാസലാണ് ശരിക്കും, പക്ഷേ റിലീസൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 46 ആവാനുള്ള ചാൻസസ് ഉണ്ട് അമൽ നീരദിന്റെ പടം. പിന്നെ ഇന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അൻപർ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ബർത്ത്ഡേ ചെയ്തുകൊണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇതിൽ സന്ദീപ് കിഷനും രജനീകാന്തും ലോകേഷ് കനകരാജും 3 ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. എന്തായാലും ഇതിന്റെ ഒരു അപ്ഡേറ്റ് 6 മണിക്ക് വരും എന്ന് പറഞ്ഞു. അത് വേറെ നല്ലൊരു പാട്ടാണ്. ചിക്കിട്ട് വൈബ് എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. പാട്ട് എന്ന് വെച്ചാൽ 56 സെക്കൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. 56 സെക്കൻഡ് തന്നെ ആയതുകൊണ്ട് ഫുള്ളായിട്ടുള്ള എപ്പോഴാണ് വരിക എന്നുള്ളത് അറിയിച്ചിട്ടില്ല. കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു പാട്ടായിട്ടാണ് തോന്നിയത്. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോൾ എന്തായാലും 5 million+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാൾ മുന്നേ പറഞ്ഞ പോലെ കമൽഹാസനും വിക്രമിൻ്റെ ആൾ ഒരു സംഭവം കൊടുത്ത പോലെ കൂലിയിലൂടെ രജനീകാന്തിന് സംഭവം കൊടുക്കുന്നതാണ് തോന്നുന്നത്. കാരണം പത്തല പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പാട്ടിലല്ല, ആ ഡാൻസ് കാര്യങ്ങളിലൊക്കെ. പിന്നെ പുഷ്പ 2 The Rule എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു സക്സസ് സെലിബ്രേഷൻ നടന്നിരുന്നു, സക്സസ് മീറ്റ് പോലെ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ താങ്ക് യു ഇന്ത്യ എന്നുള്ള രീതിയിൽ ഇവരൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ 7 ദിവസത്തെ കേരള കളക്ഷൻ 15.03 കോടിയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അല്ലു അർജുൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടുന്ന പടമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും. പിന്നെ 7 ദിവസം കൊണ്ട് തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന പടം ആദ്യത്തെ RRR ആണ്, 245.75 കോടിയാണ്. രണ്ടാമത്താണ് പുഷ്പ 2 The Rule വന്നിട്ടുള്ളത് 217 കോടിയായിട്ട്. മൂന്നാം സ്ഥാനത്ത് കൽക്കി 2898 ഏരിയാണ് 158.5 കോടിയായിട്ട്. പിന്നെ ഫസ്റ്റ് വീക്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം പുഷ്പ 2 The Rule ആയിട്ട് മാറിയിട്ടുണ്ട്. 770 കോടിയാണ് ഇന്ത്യയിൽ മാത്രം നേടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ബാഹുബലി 2 ആണ് 659 കോടിയായിട്ട്. മൂന്നാം സ്ഥാനത്ത് KGF Chapter 2 ആണ് 578 കോടിയായിട്ട്. മൊത്തത്തിൽ 7 ദിവസം കൊണ്ട് 1067 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ ഫിലിമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.